ഇന്ന് ലോകത്തിന് വലിയൊരു നഷ്ടം ഉണ്ടായിരിക്കുകയാണ്. പോപ്പ് ഫ്രാൻസിസ് ക്രിസ്ത്യാനികളുടെ നേതാവ് എന്ന രീതിയിലല്ല ഞാൻ പോപ്പ് ഫ്രാൻസിസിനെ പറ്റി സംസാരിക്കാൻ പോകുന്നത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന രീതിയിലാണ്. ചിലപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ചില സത്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാകണം എന്നില്ല, പക്ഷെ സത്യം സത്യമല്ലാതെ ആകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായത്തെ പറ്റിയാണ്. ക്രിസ്തീയ സഭയില് അകത്തും പുറത്തുമായിട്ട് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട ഒരാൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു മാർപ്പാപ്പിയായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. എന്നാൽ അതിനേക്കാൾ ഏറ്റവും നല്ല ഒരു മനുഷ്യനായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. എനിക്ക് തോന്നുന്നില്ല ക്രിസ്തീയ ചരിത്രത്തിൽ തന്നെ ഇത്രയും നല്ലൊരു മനുഷ്യനായ ഒരു മാർപ്പാപ്പ വേറെ ഉണ്ടായിരുന്നുവെന്ന്. ഇത് ഞാൻ പറയാനുള്ള കാരണം ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. വിശ്വാസത്തെക്കാൾ വലുതാണ് മനുഷ്യത്വവും സ്നേഹവും എന്ന് ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും പഠിപ്പിച്ച വ്യക്തിയാണ് പോപ്പ് ഫ്രാൻസിസ്. ഇദ്ദേഹത്തോട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. അതിന് കാരണം ഒരിക്കലും ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്ന് വരുന്നത് കൊണ്ടല്ല, നേരെ മറിച്ച് ഇദ്ദേഹം ചെയ്ത ഒരുപാട് പ്രവൃത്തിയെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ടാണ്. അത് മാത്രമല്ല, മനുഷ്യരായിട്ട് മനുഷ്യരുടെ എല്ലാ വികാരങ്ങളോടുകൂടി മനുഷ്യരെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മാർപ്പാപ്പ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മതത്തിനും വിശ്വാസത്തിനും പാരമ്പര്യത്തിനും എല്ലാം മുകളിലാണ് മനുഷ്യർ എന്ന് തെളിയിച്ച ഒരു മാർപ്പാപ്പയായിരുന്നു. സോ ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ എ ക്രിസ്ത്യൻ ഫാമിലി. സോ ചെറുപ്പം മുതലേ നമ്മൾ കൂടുതലും കേൾക്കുന്നത് ക്രിസ്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കഥകളും കാര്യങ്ങളായിരുന്നു. അതില് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത്, അതായത് നല്ല കാര്യങ്ങളെക്കാൾ കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചീത്ത കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ കൂടുതലും ക്രിസ്ത്യൻ ലീഡേഴ്സ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തെറ്റിനാണ്. അതായത് ക്രിസ്ത്യൻ രീതിയിൽ പറഞ്ഞാൽ പാപത്തിനാണ്. അതായത് പുണ്യത്തെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പാപത്തിനാണ്, നന്മയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തിന്മയ്ക്കാണ്. വിച്ച് മീൻസ് അവരതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതല്ല, കൂടുതൽ സംസാരിക്കുന്നത് അതിനെ പറ്റിയാണ്. അതുപോലെ തന്നെ ക്രിസ്തീയ വിശ്വാസ പ്രകാരം സ്വർഗവും നരകവും, സ്വർഗത്തെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നരകത്തിനാണ്, ദൈവത്തെക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് ചെകുത്താനെ പറ്റിയാണ്. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവാം. ഇത് കേൾക്കുമ്പോൾ ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ കൂടുതലും കേട്ടിരിക്കുന്നത്, ഈവൻ നിങ്ങളൊരു ധ്യാന കേന്ദ്രത്തിൽ പോവുകയാണെങ്കിൽ പോലും നിങ്ങൾ കൂടുതലും കേൾക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെകുത്താൻ, തിന്മ, നരകം, ശിക്ഷ, ഈ വാക്കുകളായിരിക്കും. അപ്പോൾ ഈ വാക്കുകൾ നമ്മളുടെ മനസ്സിൽ എന്താണ് സൃഷ്ടിക്കുന്നത്? പേടി ഉണ്ടാകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ പേടിയിൽ നിന്നും നമുക്ക് വിശ്വാസം ഉണ്ടാവാം. ബട്ട് പേടിയിൽ നിന്നുണ്ടാകുന്ന വിശ്വാസത്തെ പറ്റി ഞാനത് പറയാം. അപ്പോൾ ചെറുപ്പം മുതലേ കൂടുതൽ ഞാൻ കേട്ടിരിക്കുന്നത്, ദൈവം ശിക്ഷിക്കും, നരകത്തിലിടും, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കും, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം, അതുകൊണ്ട് വിശ്വസിക്കണം. അപ്പോൾ നമ്മളിൽ ഒരു വിശ്വാസത്തിന്റെ വേരുണ്ടാകുന്നത് പേടിയിൽ നിന്നാണ് പ്രധാനമായിട്ടും. പക്ഷെ ബൈബിളിൽ തന്നെ ഏറ്റവും എതിർക്കുന്നതും പേടിയാണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് സ്നേഹത്തിനാണ്. അത് ബൈബിളിൽ പല ഭാഗങ്ങളിലും എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. വിശ്വാസത്തെക്കാൾ വലുതാണ് സ്നേഹമെന്ന്. അതുപോലെ തന്നെ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്നാണ്. അതായത് മലയെ മാറ്റാൻ വിശ്വാസം ഉണ്ടെങ്കിൽ പോലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്നാണ് അർത്ഥം. ആൻഡ് പേടി എന്നുള്ളത് തിന്മയിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും പല ആൾക്കാരും ഇന്നും ആയുധമാക്കുന്നത് പേടിയാണ്. അല്ലെങ്കിൽ ആൾക്കാരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ, ആൾക്കാരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ കൂടുതലും ഉപയോഗിക്കുന്നത് പേടിയാണ്. അതായത് പേടിപ്പെടുത്തിക്കൊണ്ടാണ്. ശിക്ഷിക്കും, നരകത്തിൽ പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഈ പേടി വെച്ച ആൾക്കാർ വിശ്വസിക്കും, പക്ഷെ ഈ പേടി വെച്ചുള്ള വിശ്വാസത്തിന് അർത്ഥവുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പോപ്പ് ഫ്രാൻസിസ് കംസ്. പോപ്പ് ഫ്രാൻസിസിനെ പോലെ ഇതുവരെയും ഒരു മാർപ്പാപ്പയും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പേടിയല്ല നമുക്ക് വേണ്ടത്, പ്രത്യാശയാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഹോപ്പാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞത്. ഒരുപാട് ആൾക്കാര് ദൈവത്വത്തെ പറ്റി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ ഇദ്ദേഹം മനുഷ്യത്വത്തെ പറ്റി മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചു. ഒരുപാട് ആൾക്കാര് ദൈവം ശിക്ഷിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ദൈവം ക്ഷമിക്കും എന്ന് സംസാരിച്ചു. ഓക്കെ, സോ ദൈവം, നരകം, ശിക്ഷ എന്നൊക്കെ പറഞ്ഞതിന് മുമ്പ് ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ഇറ്റ് ക്ലിയർ, ഐ എം നോട്ട് റിലീജിയസ്, ബട്ട് ഐ ഹാവ് എ ഹ്യൂജ് റെസ്പെക്ട് ഫോർ പോപ്പ് ഫ്രാൻസിസ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചത്. ബിക്കോസ് ഐ ഫീൽ ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. മനുഷ്യരെ മനുഷ്യരായി കാണാനുള്ള സമയമായി. വിശ്വാസത്തിനും മതത്തിനും എല്ലാത്തിനും മുകളിലാണ് മനുഷ്യത്വവും സ്നേഹവും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെസ്സേജ് ആണ് പോപ്പ് ഫ്രാൻസിസ് ലൈഫിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്ത് സംസാരിക്കാൻ തന്നെ വന്നിരിക്കുന്നത്. ഒരിക്കലും ഒരു മതത്തിന് വേണ്ടിയോ മതത്തിനെതിരെയോ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് ജസ്റ്റ് ഐ വാണ്ടഡ് ടു മേക്ക് ഇറ്റ് ക്ലിയർ ഹൗ ബ്യൂട്ടിഫുൾ പോപ്പ് ഫ്രാൻസിസ് ലൈഫ് വാസ്. വാട്ട് എ ഗ്രേറ്റ് മാൻ ഹി വാസ്. സോ എല്ലാവരും ശിക്ഷയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഹി വാസ് ടെല്ലിംഗ് ഗോഡ് ഈസ് മെർസിഫുൾ, ദൈവം നിങ്ങളോട് ക്ഷമിക്കും എന്നുള്ള രീതിയിലായിരുന്നു. വിച്ച് മീൻസ് ഹി വാസ് ആക്ച്വലി ഫോക്കസിങ് മോർ ഓൺ നല്ല ഭാഗത്ത് ഫോക്കസ് ചെയ്യുന്നു,
മനുഷ്യർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്ന രീതിയിലേക്ക്, പേടിയിൽ നിന്നല്ല സ്നേഹം കൊണ്ട് നിങ്ങൾ എന്നിലേക്ക് വാ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആണ് പോപ്പ് ഫ്രാൻസിസ് നമുക്ക് എല്ലാവർക്കും തന്നത്. ജസ്റ്റ് വൺ മോർ വേർഡ് അബൌട്ട് ഗോഡ്. ഇറ്റ് ഈസ് ലൈക്ക് പോപ്പ് ഫ്രാൻസിസ് വാസ് മേക്കിംഗ് വെരി ക്ലിയർ ദാറ്റ് ദ ഫേസ് ഓഫ് ഗോഡ് ഈസ് മേഴ്സി. അതുപോലെ തന്നെ ശിക്ഷിക്കാനല്ല രക്ഷിക്കാനാണ് ദൈവം എന്നും, കോപിക്കുന്നവനല്ല സ്നേഹിക്കുന്നവനും ക്ഷമിക്കുന്നവനുമാണ് ദൈവം എന്നും പോപ്പ് ഫ്രാൻസിസ് പഠിപ്പിച്ചു. ഇതിനൊക്കെ ഒരുപാട് എതിർപ്പുകളും വിമർശനങ്ങളും ഉണ്ടായിരുന്നു. കാരണം ആൾക്കാരെ എപ്പോഴും കംഫർട്ടബിൾ ആയി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നരകത്തെ പറ്റി പറയാ, ശിക്ഷയെ പറ്റി പറഞ്ഞ ആൾക്കാരെ പേടിപ്പിച്ച് വിശ്വസിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ദാറ്റ് വാസ് നോട്ട് ഹൗ പോപ്പ് ഫ്രാൻസിസ് വാസ്. ദാറ്റ്സ് വൈ ഐ റെസ്പെക്ട് ഹിം എ ലോട്ട്. സോ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞ ഒരു വലിയ വാക്കുണ്ട്, ഗോഡ്സ് മേഴ്സി ഈസ് ഗ്രേറ്റർ ദാൻ യുവർ സെൻസ്. നിങ്ങളുടെ തെറ്റുകളെക്കാളൊക്കെ ഏറ്റവും വലുതാണ് ദൈവത്തിന്റെ കരുണ എന്നാണ്. ബൈ സേയിങ് ദിസ് ഹി വാസ് ട്രൈങ് ടു ഷോ ദാറ്റ് നമ്മൾ പേടിച്ച് നിൽക്കേണ്ടവരല്ല, നമ്മൾ സ്നേഹത്തോടെ നിന്ന് മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നായിരുന്നു. കാത്തലിക് ചർച്ചിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞ് കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് അബോർഷൻ, ഹോമോസെക്ഷുവാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂടി പോപ്പ് ഫ്രാൻസിസ് സംസാരിച്ചു എന്നുള്ളതാണ്. അതായത് അത് ചെയ്യാൻ സംസാരിച്ചു എന്നല്ല ഞാനോട് ഉദ്ദേശിക്കുന്നത്. കാത്തലിക് ട്രഡീഷൻ അനുസരിച്ച് നിങ്ങൾ മിക്കപ്പോഴും കേട്ടിട്ടുണ്ടാവും, കുംഭസാരത്തെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സോ ഏതൊരു പ്രീസ്റ്റിനും ആൾക്കാർ വന്ന് തെറ്റുകൾ ഏറ്റു പറയുന്നു, ക്ഷമിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ അബോർഷൻ പോലെയുള്ള ചില തെറ്റുകൾ ഒരു സാധാരണ പ്രീസ്റ്റിന് ക്ഷമിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഐ തിങ്ക് ഒരു ബിഷപ്പ്, അതായത് കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അതിന് മാപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫൊഗീവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പോപ്പ് ഫ്രാൻസിസ് എടുത്തു കളഞ്ഞു. പോപ്പ് ഫ്രാൻസിസ് ആക്ച്വലി ഏതൊരു സാധാരണ വൈദികനും അബോർഷൻ ആയിക്കോട്ടെ അത് ക്ഷമിക്കാനുള്ള അധികാരം കൊടുത്തു. വിച്ച് മീൻസ് ഹി വാസ് ആക്ച്വലി ടെല്ലിങ് ദൈവത്തിന്റെ മേഴ്സിയാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്, ശിക്ഷയല്ല. ലൈക്ക് എല്ലാ മനുഷ്യരെയും അവരുടെ അതേ രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പറഞ്ഞ് റൂൾസ് ഇമ്പോസ് ചെയ്യാതെ ജസ്റ്റ് മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ പഠിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെയായിരുന്നു ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. കാത്തലിക് ചർച്ച് വളരെ വലിയൊരു തെറ്റായിട്ടാണ് അതിനെ കാണുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ബട്ട് സ്റ്റിൽ പോപ്പ് ഫ്രാൻസിസ് വാസ് ദ വൺ who spoke about it. പോപ്പ് ഫ്രാൻസിസ് ആണ് അങ്ങനെയുള്ളവരെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, ദേ ആർ ഓൾസോ ദ ക്രിയേഷൻ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് അവരെയും ബ്ലെസ് ചെയ്യാനുള്ള പെർമിഷൻ എല്ലാം പോപ്പ് ഫ്രാൻസിസ് ആണ് റെഡിയാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള റൈറ്റ്സിനെ പറ്റി ഏറ്റവും കൂടുതൽ സംസാരിച്ചൊരു വ്യക്തിയായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. ബിക്കോസ് കാത്തലിക് ചർച്ചിലേക്ക് വരുമ്പോൾ പ്രീസ്റ്റ്ഹുഡ് ആയിക്കോട്ടെ, ഡയക്കനേറ്റ് ആയിക്കോട്ടെ, അതായത് കുറച്ചുകൂടി ഹയർ പൊസിഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം സ്ത്രീകൾക്കല്ല പുരുഷന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. അതിനുവേണ്ടി കൂടി സംസാരിച്ചൊരു വ്യക്തിയായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. അങ്ങനെ ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള, അതായത് വിവാദം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. ഇതെല്ലാം ക്രിസ്ത്യൻ ചർച്ചിന്റെ ഉള്ളിലും പുറത്തും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ഇദ്ദേഹം സംസാരിച്ചതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു, മനുഷ്യത്വത്തിന് വേണ്ടിയായിരുന്നു, സ്നേഹത്തിന് വേണ്ടിയായിരുന്നു. പലപ്പോഴും സത്യം പറയുമ്പോൾ, മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ, സ്നേഹത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ അധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യില്ല. അത് തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലേർജി അബ്യൂസ്, അതായത് പ്രീസ്റ്റ് ആയ ആൾക്കാരില്ല, അച്ഛന്മാരായ ആൾക്കാരൊക്കെ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കുറെ അബ്യൂസിനൊക്കെ സഭ പല സമയത്തും കൊട പിടിച്ചിട്ടുണ്ട് മീൻസ് നോട്ട് ഇൻ എ ബാഡ് വേ. ഇറ്റ് ഈസ് ലൈക്ക് അങ്ങനെയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്കുള്ള റൂൾസ് വളരെ കുറവായിരുന്നു, ലൈക്ക് അവരെ പണിഷ് ചെയ്യാനുള്ള റൂൾസ് ഒക്കെ വളരെ കുറവായിരുന്നു. അതിനൊക്കെ സ്ട്രോങ് ആയിട്ട് എതിരി നിന്ന ഒരാളായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. മരണം വരെ ലോക സമാധാനത്തിന് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. സോ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പാവങ്ങളുടെ മാർപ്പാപ്പ എന്നാണ് അറിയുന്നത്. ആൻഡ് മാർപ്പാപ്പമാരിൽ, അതായത് 2000 വർഷം മുതൽ ഇന്ന് വരെ ഒരാൾക്കും ഫ്രാൻസിസ് എന്നുള്ള പേരില്ല. ഈ ഫ്രാൻസിസ് എന്നുള്ള പേര് തന്നെ ക്രിസ്ത്യൻ കൾച്ചറിൽ വിശുദ്ധ ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതായത് ഒരു പണക്കാരനായാൽ തന്റെ എല്ലാ സ്വത്തും ഉപേക്ഷിച്ചിട്ട് പാവങ്ങളുടെ കൂടെ പാവങ്ങളെ പോലെ ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ് ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ. സോ ആ വിശുദ്ധന്റെ പേരിൽ നിന്നാണ് പോപ്പ് ഫ്രാൻസിസ് എന്നുള്ള പേര് സ്വീകരിച്ചത്. ആൻഡ് ആ പേരിനോട് മരണം വരെ നീതി പുലർത്തിയ ഒരു മാർപ്പാപ്പ കൂടിയായിരുന്നു. ഇപ്പം മരിക്കുമ്പോൾ പോലും രാജകീയമായ ചടങ്ങുകളൊന്നും എനിക്ക് വേണ്ട, സാധാരണ രീതിയിൽ തന്നെ അടയ്ക്കാൻ മതി എന്നാണ് പോപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ ഹി വാസ് റിയലി എ ഗ്രേറ്റ് പേഴ്സൺ. ആൻഡ് ഐ റിയലി ഹാവ് എ ഹ്യൂജ് റെസ്പെക്ട് ഫോർ ഹിം. എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഐ വാസ് ജസ്റ്റ് ടെല്ലിംഗ് അബൌട്ട് ഹൂ പോപ്പ് ഫ്രാൻസിസ് വാസ് ആൻഡ് വൈ ഐ റെസ്പെക്ട് ഹിം അ ലോട്ട്. ബിക്കോസ് മനുഷ്യത്വമാണ് എല്ലാത്തിലും വലുത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സമയമായി. വിശ്വാസത്തെക്കാൾ ഏറ്റവും വലുത് സ്നേഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സമയമായി. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചത്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ലെറ്റ്സ് ഹാവ് എ ഹെൽത്തി ഡിസ്കഷൻ. സോ ഇതൊരു റിലീജിയസ് ടോക്ക് ആക്കാൻ ഞാൻ ആക്ച്വലി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മതപരമായ ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിച്ച് ഫൈറ്റ് ചെയ്യാൻ കമന്റ് ബോക്സിൽ ഞാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. സോ വൺസ് അഗൈൻ ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ, ഐ എം നോട്ട് എ റിലീജിയസ് പേഴ്സൺ. ഞാൻ ഒരു റിലീജിയനും ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല.
ആൻഡ് ഒരു റിലീജിയന് വേണ്ടിയോ സംസാരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പോപ്പ് ഫ്രാൻസിസ് മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ച, സ്നേഹത്തിന് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തിത്വമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഐ ഡോണ്ട് ഹാവ് എനി അതർ ഹിഡൻ അജണ്ട. ഐ റിയലി ഡോണ്ട് വോണ്ട് ടു സപ്പോർട്ട് എനി റിലീജിയൻ. അത് ഞാൻ വളരെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എടുത്ത് പറയാണ്. സോ മനസ്സിലാക്കുക, കഴിഞ്ഞ തവണ ഞാൻ യേശുക്രിസ്തുവിനെ പറ്റിയും ശ്രീകൃഷ്ണനെ പറ്റിയും 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരിക്കലും റിലീജിയസ് ആയിട്ടുള്ള വീഡിയോസ് അല്ല, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ബിക്കോസ് ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ ഇന്ത്യൻ സൈക്കോളജിയിൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റ് ഹൈലി ഫിലോസഫിക്കൽ ആണ്. സോ ഫിലോസഫി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനിയും ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ലൈക്ക് ശ്രീ ബുദ്ധ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മതത്തിന് വേണ്ടിയോ ഒരു വിശ്വാസത്തിന് വേണ്ടിയോ ഞാൻ സംസാരിക്കുന്നതായിരിക്കില്ല. ഒരു മതത്തിനോ ഒരു വിശ്വാസത്തിനോ ഞാൻ എതിരുമല്ല. സോ പ്ലീസ് കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്. ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്ന് വരുന്നത് കൊണ്ട് ഞാൻ പോപ്പ് ഫ്രാൻസിസിനെ പറ്റി സംസാരിച്ചു എന്നല്ല. ഐ ഫീൽ ഹി വാസ് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. ബിക്കോസ് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് കേൾക്കുന്നതും കാണുന്നതുമാണ്. ഇതുവരെ ചരിത്രത്തിൽ ഒരു മാർപ്പാപ്പമാരും ചെയ്യാത്ത വലിയ വലിയ കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. വളരെ വിവാദപരമായ കാര്യങ്ങളിൽ വരെ ഡീൽ ചെയ്തു. അതായത് മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചു. ദാറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് പോയിന്റ്. മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്ന മാർപ്പാപ്പമാരെ ഞാൻ കണ്ടിട്ടില്ല. മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത്, ആര് സംസാരിക്കാത്ത കാര്യങ്ങൾ വരെ പോയി. അതായത് തെറ്റ്, തിന്മ, ശിക്ഷ, പാപം അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം ചില കാര്യങ്ങളൊക്കെ കാത്തലിക് ചർച്ച് അധികം സംസാരിക്കാറില്ല, അല്ലെങ്കിൽ അത് ജസ്റ്റ് തെറ്റാണെന്ന് പറഞ്ഞ് വിട്ടുകളയേ ചെയ്തിട്ടുള്ളൂ. എന്നാ പോപ്പ് ഫ്രാൻസിസ് സ്പോക്ക് അബൌട്ട് ഇറ്റ്. ദാറ്റ്സ് വൈ ഹി ഈസ് എ ഗ്രേറ്റ് മാൻ. ദാറ്റ്സ് വൈ ഐ ഹാവ് എ ഹ്യൂജ് റെസ്പെക്ട് ഫോർ ഹിം.